നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗുരു ശാന്തി പ്രസാദ് ആണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മനുഷ്യൻ്റെ പുതിയ ചിന്താശക്തികളെയും കേവല ഭൗതിക ജീവിതത്തിനപ്പുറമുള്ള ആത്മീയതലത്തിലേക്ക് അവർക്ക് വളരുവാനും ഉയരുവാനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നിരവധി പഠന പരിപാടികളും ഉപദേശങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന, ലോകത്ത് വിവിധ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ശാഖകളും പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഗുരുജിക്ക് സ്വാഗതം. ഗുരുജി, ഒന്ന് രണ്ട് കാര്യങ്ങൾ, നമ്മളൊരു സംവാദമൊന്നുമല്ല, ഒരു സംഭാഷണം എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യർക്ക് മാനവർ ഉണ്ടായ കാലം മുതൽ ഒരു സ്ട്രെസ് ഉണ്ട് ലോകത്തിന്. അത് എത്ര സമ്പത്ത് കിട്ടിയാലും എന്ത് കിട്ടിയാലും ഒരു സ്ട്രെസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ് മനുഷ്യർക്കത് അനുഭവവേദ്യമാകുന്നത്? നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഒരു വലിയ ഡിമാൻഡ് ബേസിക്കായിട്ട് ഉണ്ടായിരിക്കണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ നോക്കുക. ഒരു ഹൈ ഡിമാൻഡ് ഉണ്ടായിരിക്കെ അത് നടത്തിയെടുക്കാനുള്ള ടൂൾസ് നമ്മുടെ കയ്യിലില്ലാതെ വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സാധാരണഗതിക്ക് ടൂൾസ് എന്തും ആവാം. ആൾബലമാവാം, സാമ്പത്തികമായ ശേഷിയാകാം, അല്ലെങ്കിൽ സാഹചര്യമാകാം, ടൈം ആവാം. ഇതിലേതെങ്കിലും ഒരു ഫാക്ടറോ അല്ല എല്ലാ ഫാക്ടറുമോ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് എങ്ങനെ ചെയ്യും എന്ന് പറയുന്ന ഒരു തിങ്കിങ് പ്രോസസ്സിലോട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള അമിഗ്ഡല ഈ ഇൻഫർമേഷൻ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ഇത് നമ്മുടെ ലിംബിക് സിസ്റ്റത്തിനെ അലർട്ട് ചെയ്യും. സിറ്റുവേഷൻ വഷളായിരിക്കുകയാണ്, എന്താണെന്ന് വെച്ചാൽ നോക്കാം. അത് ഈ ലിംബിക് സിസ്റ്റത്തിലേക്ക്, അതായത് പിറ്റ്യൂട്ടറി അലർട്ടാകുമ്പോൾ ഇത് ഇമ്മീഡിയറ്റായിട്ട് സൂപ്രാറിനൽ ഗ്ലാൻഡിലേക്ക് ഇതിൻ്റെ മെസ്സേജ് പോവുകയാണ്. ആ വരുന്ന സാഹചര്യത്തിൽ നമുക്കിത് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിച്ചു കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ തന്നെ നമ്മളെ ഒരു ഫൈറ്റർ മോഡിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ നോക്കില്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനുള്ള മോഡിലേക്ക് എത്തിക്കും. അതാണ് ഈ ഫൈറ്റ് ഫ്ലൈറ്റ്. സറണ്ടർ അല്ലെങ്കിൽ ഒന്നുകിൽ സറണ്ടർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഓടുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക. ആ മോഡിലേക്ക് അറിയാതെ അങ്ങ് എത്തും. ഇതെത്തുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് കൊണ്ടാണ്. ഇപ്പോൾ അഡ്രിനാലിൻ അങ്ങ് പമ്പ് ചെയ്താൽ പിന്നെ നമ്മൾ ആൾട്ടേർഡ് സ്റ്റേറ്റിലായി. കാരണം ഇതൊരു കെമിക്കൽ ഡ്രഗാണ്. ഇത് ബോഡിയിലേക്ക് കയറി കഴിയുമ്പോൾ പെട്ടെന്ന് ആ മോഡിലോട്ട് അങ്ങ് പോകും. അങ്ങനെ മോഡിലോട്ട് പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സറണ്ടർ ചെയ്യാൻ പറ്റില്ല. ആ മോഡിൽ സറണ്ടറിങ് ഇല്ല, ഓടി രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓടി രക്ഷപ്പെട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഇത് സിറ്റുവേഷൻ ഇപ്പോൾ തൽക്കാലം അവിടെ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും റിലാക്സ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ റിലാക്സ് ചെയ്യുന്ന ചുമ്മാ അങ്ങ് റിലാക്സ് ചെയ്യുകയല്ല, മറ്റൊരു കെമിക്കൽ അപ്പം പോർ ചെയ്യാം, മറ്റൊരു ഹാർമോൺ. അപ്പോൾ നോറെപ്പിനെഫ്രിൻ എന്നൊക്കെ അമേരിക്കക്കാർ പറയും. അപ്പോൾ ഈ നോറെപ്പിനെഫ്രിൻ അങ്ങോട്ട് പോർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു പീസ് എക്സ്പീരിയൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ബ്രീഡിങ് സിസ്റ്റം ആണാകും. അപ്പോൾ സമാധാനം വന്നു. ഇത് നിരന്തരം ഉണ്ടാകുകയാണ്. കൊച്ചു ലെവലിലും വലിയ ലെവലിലും ഉണ്ടാകുകയാണ്. അല്ലെങ്കിൽ നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം എപ്പോഴും. പലപ്പോഴും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ എല്ലാ എക്യുപ്മെൻറ്റ്സും ആരുടെ കയ്യിലും കാണത്തില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറവുകളുണ്ടാകും. ആ ഉണ്ടാകുന്ന സമയത്ത് ടൈം ഒരു വലിയ കുറവാണ്. ടൈമില്ല. 9:30 ഒരു സ്ഥലത്ത് എത്തണം. മണി 9:30 5 മിനിറ്റേ ഉള്ളൂ. പെട്ടെന്ന് ഈ കണ്ടീഷനിലേക്ക് നമ്മൾ മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യർക്ക് ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് പോസിബിൾ ആണോ? ആണ്. അത് ഞാൻ ശകലം കൂടെ ഒന്ന് അത് തുറന്നു നോക്കാം. ഇങ്ങനെ അത് നമ്മൾ നോക്കാം ജോയിൻ്റ്. അപ്പം ഈ ഏതായാലും സ്ട്രെസ് അക്യുമുലേഷൻ വരുന്നു, കുറച്ച് കഴിഞ്ഞാൽ അത് പോകുന്നു. പക്ഷേ ഈ പോകുമ്പോൾ ഇത് മൊത്തത്തിൽ പോകുന്നില്ല. ഇതിനെക്കുറിച്ച് മെമ്മറിയിലൊരു ഫിയർ കിടക്കുക. ഇനി ഇത് വരുമോ, ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ മൈൻഡ് ആ സ്ഥലത്തോട്ട് തന്നെ കുറച്ച് നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ആക്ച്വലി ഈ ഹാർമോണൽ ലെവലിൽ ആക്റ്റീവ് അല്ലെങ്കിലും മൈൻഡിൻ്റെ ലെവലിൽ ഈ സിറ്റുവേഷൻ ആക്റ്റീവാണ്. മെമ്മറിയിലിരിക്കുന്ന സ്റ്റാഗ്നൻ്റ്. മെമ്മറിക്ക് 2 ഫംഗ്ഷനാണ്. ഒന്നെന്ന് പറയുന്നത് റീറ്റെയിൻ ചെയ്യുക, മറ്റേത് റിക്കളക്ട് ചെയ്യുക. ഈ 2 ഫംഗ്ഷനാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് റിക്കളക്ഷനിൽ കയറി വരും. ഇത് റിക്കളക്ഷനിൽ കയറി വരുമ്പോഴത്തേക്കും ആ സന്ദർഭത്തിൽ ഈ മെമ്മറി സ്ട്രോങ് ആകുകയാണല്ലോ. ആകുമ്പോൾ ഇനി അതുപോലൊരു സാഹചര്യം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് തോന്നിക്കുമ്പോൾ ഇത് ലൈവാണ്. ഈ ഹാർമോൺസ് ഒന്നും ഒരുപാട് പോർ ചെയ്തിട്ടില്ല, പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും ഓണാവാം. ഇങ്ങനെ ഇതിൻ്റെ റിമൈൻസ് പിടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബാക്കിയുള്ള അനുഭവത്തിൻ്റെ ബാക്കി കുറച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് അതിൽ കയറി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അതായത് പാസ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഈ പാസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സാഹചര്യം മാറി കിട്ടിയാൽ ഉടനെ തന്നെ ഇത് പമ്പ് ചെയ്യും. പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൾട്ടേർഡ് സ്റ്റേറ്റിലോട്ട് പോകും.
ഇതിന് നമുക്ക് ഈ അക്യൂമുലേറ്റഡ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു വലിയ ട്രിഗർ ഫാക്ടറാണ്. അതിനെക്കുറിച്ചുള്ള മെമ്മറി, അതിനെക്കുറിച്ചുള്ള ഫിയർ, അങ്ങനെ സംഭവിക്കുമെന്ന ഒരു ചിന്ത, ആൻസൈറ്റി, ഇതെല്ലാം അതിനകത്ത് വളരെ ആക്റ്റീവായി കിടക്കുക. അപ്പോൾ ആ സന്ദർഭത്തിൽ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അത് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ മാറിയ കെമിക്കൽ ചേഞ്ചസ് ബോഡിയിൽ ഇതിനനുസരിച്ച് ഫൈറ്റർ ഫ്ലൈറ്റ് മോഡിലേക്ക് എത്തുമ്പം വരുന്ന മാറിയ കെമിസ്ട്രി കുറേ കാലം കൊണ്ടേ അത് പോകത്തുള്ളൂ. അതിനിടയ്ക്ക് വെച്ച് തന്നെ നമ്മൾ വീണ്ടും അക്യൂമുലേഷൻ നടത്തും, വീണ്ടും സ്ട്രെസ്സിലേക്ക് നമ്മളെ എക്സ്പോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ മനസ്സ്, ശരീരമാണല്ലോ ഒരു ഘടകം, ഒരു പ്രതലം ശരീരമാണ്, പിന്നെ മനസ്സാണ്. ഇതിനപ്പുറമുള്ള തലം ഏതാണ്? നമ്മളിപ്പോൾ ജീവൻ പോയി എന്നൊക്കെ പറയാറുണ്ട്, സത്ത് പോയി എന്നൊക്കെ പറയും. ജീവൻ, ആത്മാവ്, ഈ രണ്ട് തലമുണ്ടോ മനുഷ്യർക്ക്? അതെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന് ഞാൻ കംപ്ലീറ്റ് ആക്കില്ല, അത് കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാതെ അല്ലേ. അപ്പോൾ ഈ പറയുന്ന അക്യൂമുലേറ്റഡ് സ്ട്രെസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അത് ട്രിഗേർഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അക്യൂമുലേറ്റഡ് സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ ക്ഷീണിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സ്ട്രെസ്സിൻ്റെ കൗണ്ടർ പാർട്ട് ഫാറ്റീഗ് ആണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ ആ ക്ഷീണം നമുക്ക് എടുത്ത് കളയണമെങ്കിൽ നമുക്ക് പല മാർഗത്തിലൂടെ ക്ഷീണം എടുത്ത് കളയാൻ പറ്റും. അതിനാണ് ഈ യോഗിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടീസുകൾ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഇൻറ്റൻഷനിലാണ്. അപ്പോൾ അത് നമ്മൾ ക്രമേണ ചെയ്തുകൊണ്ടിരിക്കുകയും ഈ അക്യൂമുലേറ്റഡ് സ്ട്രെസ്സിനെ എടുത്തു കളയുകയും അതിൻ്റെ കറസ്പോണ്ടിങ് ഫാറ്റീഗ് ബോഡിയിൽ നിന്ന് മാറുകയും ചെയ്യുമ്പോൾ ആ പാസ്റ്റ് ഇപ്പം നള്ളിഫൈഡ് ആയിട്ട് കിടക്കുകയായിരിക്കും. അപ്പോൾ ഈ ട്രിഗർ ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും. അങ്ങനെയാണ് സ്ട്രെസ് ഫ്രീ ആയി ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതും. അതല്ലെങ്കിൽ ഈ പ്രശ്നമുണ്ട്, വേറെ മാർഗമില്ല. അതാണ് സാർ പറഞ്ഞത്, ഇത് ഉണ്ട് മനുഷ്യരാശിക്ക് മൊത്തത്തിൽ. അപ്പോൾ ഈ ജീവനും ആത്മാവിൻ്റെ ഒരു അപ്പോൾ ഈ ജീവൻ എന്ന് നമ്മൾ ഇപ്പോൾ ജനറലി പറയുമ്പോൾ അതെന്താണെന്ന് ഡീപ്പായിട്ട് നോക്കാം. ജീവൻ എന്ന് നമ്മൾ പറയുന്നത് ഈ ലൈഫ് ഫോഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ലൈഫ് ഫോഴ്സിൻ്റെ ഓപ്പറേഷൻ നമ്മുടെ സിസ്റ്റത്തിൽ നടക്കുന്നത് പുറത്തുനിന്ന് ഓക്സിജൻ സപ്ലൈ കിട്ടും അകത്തേക്ക്, പുറത്തുനിന്ന് ആഹാരത്തിൻ്റെ സപ്ലൈ കിട്ടും. ഈ ആഹാരത്തിന് നമ്മുടെ ശരീരത്തിനകത്ത് കയറി ബ്ലഡ് സ്ട്രീമിൽ കൂടെ പോയി സെല്ലിൽ പോയി ടിഷ്യൂസിൽ പോയി ഇരിക്കുക, സെല്ലിൽ പോയി ഇരിക്കുക. ഓക്സിജൻ സപ്ലൈ വരുന്നു, അതും ഇതുപോലെ തന്നെ പോയിട്ട് നമ്മുടെ ഈ ടിഷ്യൂസ് ചെന്ന് സെല്ലിലോട്ട് കയറിയിരിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അമിഗ്ഡല എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, മൈറ്റോകോൺട്രിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയയിലേക്ക് ഇത് എത്തി, ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ അതിനകത്ത് ഈ ATP ചേഞ്ചസ്, ഒരുപാട് കാര്യങ്ങൾ, കെമിക്കൽ ചേഞ്ചസ് ഒക്കെ നടക്കുക. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഊർജ്ജ ഉൽപ്പാദനത്തിന് അനുഗുണമായിട്ട് ബോഡിയുടെ സെല്ലിനെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. ഇതിങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ആവശ്യത്തിനനുസരിച്ചാണ്. ഏറ്റക്കുറച്ചിലുണ്ടാവും, കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ, കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച്. അങ്ങനെ ഈ സിസ്റ്റം റൺ ചെയ്തു. അത് നമ്മുടെ എല്ലാ സെല്ലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സെല്ല് ടയർഡാകും, ഒരുപാട് ലക്ഷക്കണക്കിന് ആക്ടിവിറ്റി ഡെയിലി ഓരോ മിനിറ്റിലും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ക്ഷീണിക്കും. അങ്ങനെ ക്ഷീണിക്കുമ്പോൾ ഈ റെപ്ലനിഷിങ് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ബാക്കിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ റെപ്ലനിഷ്ഡായി ഇതിനെ നിലനിർത്തിയിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ജീവൻ നിലനിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻ ആൾട്ടേർഡ് ആയി കഴിഞ്ഞാൽ ഈ ജീവൻ അവിടെ നിൽക്കാൻ ഒക്കില്ല. കാരണം ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം തെറ്റിപ്പോവും, പിന്നെ ജീവൻ പോയി. ഇതാണ് ആക്ച്വലി സയൻറ്റിഫിക്കായിട്ട് ജീവൻ എന്ന് പറയുന്ന കാര്യം. ഇനി ഇത് നമ്മൾ കോമൺ ടേംസിൽ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജീവൻ്റെ ഒരു കാര്യം വെച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ തിങ്കിങ്ങിനനുസരിച്ച് ആ തിങ്കിങ് പ്രോസസ്സിനെ റിഫൈൻ ചെയ്ത് എക്സ്പീരിയൻസിലൂടെ റിഫൈൻ ചെയ്ത് വയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻ്റലക്റ്റ് അതിനകത്തൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഇത് ശരിയാണോ എന്ന് വീണ്ടും റീവാലുവേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഇൻഫർമേഷൻ നമ്മൾ കോൺസെപ്റ്റും ബിലീഫ്സും ഒക്കെ ആക്കിയിട്ട് മാറ്റാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആക്ഷനിലേക്ക് ഇറങ്ങാറുണ്ട്. അങ്ങനെ ആക്ഷൻ പ്ലാനിലേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും എക്സ്പോസ് ചെയ്യും എക്സ്പീരിയൻസിലേക്ക്. ഇങ്ങനെ രണ്ട് പ്ലാൻ നടക്കുന്നു. ഒന്ന് ജീവൻ നടത്തിയെടുക്കുന്ന ഒരു പ്ലാനും ജീവനെ നിലനിർത്താൻ വേണ്ടി ഉള്ള ആ കെമിക്കൽ ചേഞ്ചസും ഇങ്ങനെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ, നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വ്യക്തി മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇയാളുടെ മനസ്സ് കൊണ്ടാണ് ഇത് കൊള്ളാമോ കൊള്ളൂലയോ, ഇതിപ്പോൾ നടത്താമോ നടത്താൻ പറ്റില്ലയോ, ആ ഇവാലുവേഷൻ്റെ ബേസിസിൽ നമ്മൾ ലൈഫിനെ റിഫൈൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇത് ഒരാളിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സങ്കല്പം ഉണ്ട്. അത് സത്യമാണെന്ന് വേണമെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് വിശ്വസിക്കാം. അതായത് ഇപ്പോൾ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും.
ജീവൻ കൊണ്ടാണ് ഈ മനസ്സ് പ്രവർത്തിക്കുന്നത്, ജീവൻ കൊണ്ടാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഈ ഏൻഷ്യൻ ശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോ ഇന്നറായിട്ടുള്ള ഓരോ കാര്യത്തിലും ഓരോ പ്രത്യേക രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വർക്കിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ ഇവാലുവേഷൻ അത്യാവശ്യമായിട്ട് വരിക. ഇത് ചെയ്തത് ശരിയായോ, ഇത് തന്നെയാണോ കറക്റ്റ് പത്താണ്, അതോ അതിന് റിഫൈൻ ചെയ്യണോ എന്നൊക്കെ നമ്മൾ മനസ്സ് ഇരുന്ന് ആലോചിക്കുകയാണ്. ഇതിനെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ബ്രെയിൻ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കോർഡിനേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ബ്രെയിൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഇതിനെ നമ്മൾ ഈ മനസ്സിൻ്റെ ഒരു ശാസ്ത്രമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മൈൻഡ് ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട്, മൈൻഡല്ല, ഈ ബ്രെയിൻ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യും. മൈൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആകെത്തുകയിലുള്ള നമ്മുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മൈൻഡ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെ എനിക്കത് ഫീൽ ചെയ്തു, എങ്ങനെ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തു, ഈ റെസ്പോൺസ് എൻ്റെ റെസ്പോൺസ് കറക്റ്റായോ അല്ലയോ, ഇങ്ങനെ ഒരു പ്രോസസ്സ് ഈ കെമിസ്ട്രിക്കകത്ത് നടന്നുകൊണ്ടേയിരിക്കാം. ഇങ്ങനെ നമ്മൾ റീഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ കണ്ട് മനസ്സിലാക്കുകയും റിഫൈൻ ചെയ്യുകയും അതിൻ്റെ ബേസിസിൽ ഇമോഷൻസ് ഉണ്ടാകുകയും അതിൻ്റെ ബേസിസിൽ നമ്മൾ സഫർ ചെയ്യുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവത്തിൽ കാണും. അപ്പോൾ ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ മൈൻഡിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. സയൻറ്റിഫിക്കായിട്ട് അങ്ങനെയാണ്. ഇനി ഈ മൈൻഡിനെ വേണമെങ്കിൽ ഈ മൈൻഡിനെ തന്നെ നോക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് എൻ്റെ ഉള്ളിൽ നടന്നത് എന്നറിയാനുള്ള ഒരു വിശേഷ സാധ്യത മനുഷ്യൻ വന്നു ചേർന്നു ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച്. അങ്ങനെ നമ്മൾ സെറിബ്രം എന്നൊക്കെ പറയുന്ന, സെറിബെല്ലം എന്നൊക്കെ പറയുന്നില്ലേ, ആ ഫങ്ഷൻ നമുക്ക് ഇതിൽ ആക്റ്റീവായി കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ആ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് വന്നു ചേർന്നു. അതുകൊണ്ട് നമുക്ക് സാക്ഷിയായി നിന്ന് കാണാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ സാക്ഷി എന്ന് പറയുന്നത് മൈൻഡ് തന്നെ ഇങ്ങനെ അത് വർക്ക് ചെയ്യുന്നത് നോക്കിയാൽ അറിയാം. മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ആ മൈൻഡിൻ്റെ ഒരു പാർട്ടിന് തന്നെ കാണാൻ പറ്റും. അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പം മൈൻഡ് തന്നെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് വിറ്റ്നസിൻ്റെ റോൾ എടുത്ത് നിൽക്കുകയും ഒന്ന് ആക്ടറുടെ റോൾ എടുത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് സ്ഥലം നമുക്ക് അകത്ത് നോക്കിയാൽ കാണാം. പിന്നെ അതിനകത്ത് അനാലിറ്റിക്കൽ പ്രോസസ്സ് നടത്തുന്ന ഒരു സിസ്റ്റം കിടപ്പുണ്ട്. അതിനെ നമ്മൾ നമ്മുടെ ഈ ഇന്ത്യൻ ശാസ്ത്രങ്ങളിൽ അവർ പറയുന്ന മനസ്സെന്നാണ്. അനാലിസിസ് നടത്തുന്ന പാർട്ട്, പുറത്തു നിന്നുള്ള ഇൻപുട്ടെല്ലാം എടുത്തിട്ട് അനലൈസ് ചെയ്ത് അത് മനസ്സിലാക്കുന്നു. അനലൈസ് ചെയ്ത് വെക്കുകയും അതിനകത്ത് മൈൻഡിൻ്റെ ഒരു ഡീപ്പർ ഫാക്കൽറ്റി ഇറങ്ങിയിട്ട് അത് എന്താണെന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ജഡ്ജ് ചെയ്യുകയും ചെയ്യും. ഇതിനെ ഇൻ്റലക്റ്റ് എന്ന് നമ്മൾ പറയും. ഈ ജഡ്ജ് ചെയ്ത് കൊള്ളാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡീപ്പർ ഫാക്കൽറ്റി അതിനകത്തിരുന്നുകൊണ്ട് എൻജോയ് ചെയ്യും. കൊള്ളാം, ഞാൻ ചെയ്തത് ശരിയായി, കൊള്ളാം, സാറ്റിസ്ഫൈങ് ആയി എന്ന് തോന്നിക്കുമ്പോൾ എൻജോയ്മെൻറ്റ് തോന്നുന്ന ഒരു ഡീപ്പർ ഫാക്കൽറ്റി അതിനകത്തിരിപ്പുണ്ട്. ഇതിനെ നമ്മൾ ഈഗോ എന്നാണ് ഈ ഇന്ത്യൻ പഴയ തിങ്കിങ്ങിൽ പറയുന്നത്. ഇതെല്ലാം നടന്ന് എൻജോയ്മെൻറ്റും സഫറിങ്ങും ഒക്കെ വരുമ്പോൾ അതിനകത്തൊരു ഡീപ്പർ കോർ ഇരുന്ന് ഞാൻ ഇങ്ങനെയൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണെന്നും എനിക്കിതൊക്കെ മനസ്സിലാകാൻ കഴിഞ്ഞു എന്നും ഇതിനുള്ള ഫാക്കൽറ്റിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഓരോ വ്യക്തിയും തോന്നിച്ചിട്ട് അതുമായി ഐഡൻറ്റിഫൈ ചെയ്ത് ഞാൻ അതാണെന്ന് അയാൾ ധരിക്കും. ഇതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സാക്ഷിയായി നിൽക്കുന്ന സ്ഥലം പോസിബിൾ അല്ലാതാവും. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ സാക്ഷി അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ മൈൻഡിൻ്റെ ഒരു ഡീപ്പർ ഫാക്കൽറ്റി എടുത്തിട്ട് അതിന് ഇതെല്ലാം അസൈൻ ചെയ്ത് അതാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ബോധ്യപ്പെട്ട് അത് ഞാനാണെന്ന് വിചാരിച്ച് അതിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. ഇതിനെയാണ് ഐഡൻറ്റിഫൈഡ് സെൽഫ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ആത്മൻ എന്നൊക്കെ പറയും. അപ്പോൾ അതാണോ ഞാൻ എന്ന് അന്വേഷിക്കുന്ന ഒരാളുടെ മനസ്സിലാകും അതുമല്ല ഞാൻ, അതിനപ്പുറം നിൽക്കുന്ന ഇതിൻ്റെ എല്ലാം ബേസാണ് ഞാൻ, സാക്ഷ്യമാത്രനായി നിൽക്കുന്ന ഒന്നാണ് ഞാൻ എന്ന് ഒരു സാധകന് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ അവയർനെസ് വരുമ്പോൾ ഇദ്ദേഹം അവെയർ ആകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പരമമായി ഈ എന്താണ് ക്രിയേഷന് മുമ്പുണ്ടായിരുന്നത് എന്ന് നോക്കുമ്പോൾ ഒന്നുമില്ലായിരുന്നു എന്ന് കാണേണ്ടി വരും. മഹാശൂന്യതയാണ്. ആ മഹാശൂന്യതയിൽ നിന്ന് എല്ലാം ഉണ്ടായതുകൊണ്ട് ഈ മഹാശൂന്യതയ്ക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളതാണ് എന്ന് കാണും. അത് സാക്ഷി മാത്രനായിരിക്കുന്നു എന്നും കാണും. അപ്പോൾ ആ സാക്ഷിയാണ് നമ്മൾ ഈ ബ്രഹ്മം എന്ന കോൺസെപ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. ബ്രഹ്മം ഒരു കോൺസെപ്റ്റിൽ പെടുത്താൻ പറ്റാത്തതാണ്, എങ്കിലും മനസ്സുകൊണ്ടാണല്ലോ ഈ പ്രോഗ്രാമെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് മൈൻഡിന് അങ്ങനെ ഒരു ലാംഗ്വേജൊക്കെ വെച്ചിട്ട് ബ്രഹ്മമാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്, ആ ബ്രഹ്മമാണ് ഞാൻ എന്ന് ഇയാൾ ഉറക്കുക.
അല്ലാതെ ഈ അഫക്റ്റഡ് ആയിരിക്കുന്ന മൈൻഡല്ല, ഈ മൈൻഡിൻ്റെ ഈ പ്രോഗ്രാംസ് ഒന്നുമേ അല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ഞാനാണെന്ന് വിചാരിച്ചതൊന്നുമേ അല്ല ഞാൻ എന്ന് തിരിച്ചറിയുകയും ഞാൻ ഈ സാക്ഷിയാണ് എന്ന് ഒരാൾക്കൊരു ബോധം ഉണ്ടാകുകയാണെങ്കിൽ അയാൾ ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് മനസ്സ് വെച്ചറിയാൻ പറ്റുന്നതല്ല. മനസ്സ് ഡ്രോപ്ഡ് ആകുന്ന സന്ദർഭത്തിലാണ് ഈ വിറ്റ്നസ്സിനെ കാണുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ മുമ്പേ ചില പ്രലംബതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കും. അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്ന ആ ഫങ്ഷണൽ സിസ്റ്റവും അതിൻ്റെ സാക്ഷി മാത്രനായിരിക്കുന്ന ഒന്നിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നതിനെ നമ്മൾ ബ്രഹ്മമെന്നും പറയും. ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ടാകുന്നത് ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ഒരു സ്കൂൾ പറയും. അങ്ങനെ ബ്രഹ്മം ഒന്നിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ ഇതെല്ലാം ബ്രഹ്മത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടപ്പുണ്ടാകും. എന്നാലും ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എല്ലാം ബ്രഹ്മത്തിലേക്ക് തിരിച്ച് ലയിച്ച് ചേരും എന്ന ഒരു അസംഷനിൽ മനുഷ്യൻ സമാധാനപ്പെടുക. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് ഈ സാധനയിലേക്ക് പോകാൻ യോഗ മാത്രമാണോ അതോ മെഡിറ്റേഷൻ, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? ഗുരുജി ഒത്തിരി കാലമായി ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതെ. ഇപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് സ്കീംസ് ആചാര്യന്മാർ പഴയ കാലമായിട്ട് മനുഷ്യൻ നോക്കുകയാണല്ലോ ഇതെന്ത് ചെയ്യാൻ പറ്റും. ഇത് നോക്കിയത് ഒരൊറ്റ പ്രധാന കാരണം കൊണ്ടാണ്. ആ കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും വിഷമമുണ്ട്, ദുഃഖമുണ്ട്, പല രീതിയിലുള്ള ദുഃഖങ്ങളിൽ പെട്ട് മനുഷ്യൻ നിൽക്കുകയാണ്. കുറച്ച് സുഖം ഇടയ്ക്കിടയ്ക്കുണ്ടാവും, അതോടൊപ്പം തന്നെ ദുഃഖവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ദുഃഖം ഉണ്ടാകുമ്പോൾ ദുഃഖം ഇങ്ങനെ അത് പെട്ടെന്ന് ആ സമയം അങ്ങ് പോയി കിട്ടത്തില്ല. ടൈം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നതായിട്ട് തോന്നിക്കുകയും ദുഃഖം ഒരിക്കലും മാറാത്ത ഒരു സത്യമായിട്ട് നിലനിൽക്കുന്നത് പോലെ തോന്നിക്കുകയും ചെയ്യും. ഇത് തോന്നലാണെങ്കിൽ അതുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന ഒരു അപകടമാണ് ഈ ദുഃഖം എന്നും അതെനിക്ക് എടുക്കാൻ വയ്യ എന്നും ഒരാൾക്ക് തോന്നിക്കുകയാണെങ്കിൽ അയാൾ അതിൻ്റെ നിവാരണം കണ്ടുപിടിക്കണമല്ലോ. ഇതെങ്ങനെ ഇതിൽ നിന്ന് പുറത്തിറങ്ങി വരാം എന്ന് അയാൾ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ പറയുന്ന സിസ്റ്റങ്ങൾ പല സ്ഥലത്ത് പല രീതിയിൽ ഡെവലപ്പ് ചെയ്തു വന്നത്. റിലീജിയൻസൊക്കെ അങ്ങനെ വന്നതാണ്. അതുപോലെ സിസ്റ്റംസ് എല്ലാം അങ്ങനെ വന്നതാണ്. യോഗിക് സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് ബ്രാഞ്ച്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഈ ഒരുപാട് സിസ്റ്റം ഉണ്ടല്ലോ. എന്താണ് ഇപ്പോൾ നമ്മൾ അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം, സാഖ്യം, യോഗം എന്ന് പറഞ്ഞ ഉത്തരമീമാംസ, വൈശേഷികം എന്ന് പറഞ്ഞ ഒരുപാട് സ്കീംസ്. അതെല്ലാം ഓരോരുത്തർ ഈ പർപ്പസിന് വേണ്ടി നോക്കിയത്. ഈ വിഷമസ്ഥിതി ഒന്ന് മാറാൻ പറ്റുമോ എന്ന് അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും അവർക്ക് ഓരോരുത്തരും അത് കണ്ടു മാറാൻ പോസിബിലിറ്റി ഉണ്ട്, ഈ വഴിയിൽ നോക്കിയാൽ മാറും, എനിക്കങ്ങനെ മാറി, അതുകൊണ്ട് നിങ്ങൾ ഈ വഴിയിൽ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവർ കമ്പാഷൻ കൊണ്ട് ഈ കാര്യം പ്രൊപ്പോസ് ചെയ്തു. ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് സ്കീംസ് ഉണ്ടായത്. അപ്പോൾ ഈ എല്ലാം ലീഡ് ചെയ്യുന്നത് ആ ഒരു ഒറിജിനൽ പ്രോബ്ലം എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള പോയിന്റിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പല പദ്ധതികളുണ്ടായി. അതുകൊണ്ട് എല്ലാ പദ്ധതിക്കകത്തും ഇതിൻ്റെ ബീജമുണ്ട്, ഇതിൻ്റെ രക്ഷപ്പെടാൻ എന്ന് വെച്ചാൽ മനസ്സിലാക്കി രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റിയുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയിൽ കുറേ ഞാൻ ഈ പറഞ്ഞ ഈ സിസ്റ്റംസ് എല്ലാം ഉണ്ടായി. അത് മറ്റ് സ്ഥലങ്ങളിൽ വേറെ സിസ്റ്റങ്ങളാണ് ഉണ്ടായത്. എല്ലാം മെയിൻ അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി വരുമ്പം ഇപ്പോൾ യോഗത്തിന് നമ്മുടെ ചോദ്യം അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ യോഗത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ യോഗം പറയുന്നു ഇതിൻ്റെ ബേസ്, ഈ പ്രോബ്ലത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് മനസ്സാണ് എന്നതാണ്. മനസ്സാണെങ്കിൽ പിന്നെ ഈ മനസ്സിനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നാണ് നോക്കുന്നത്. അങ്ങനെ നോക്കി മനസ്സിൻ്റെ സ്റ്റഡി മുന്നോട്ട് പോയപ്പോഴും പ്രധാനമായിട്ടും അത് വളരെ കാലത്തിന് മുമ്പേ ചെയ്തു. ആ ടെക്സ്റ്റൊക്കെ ക്വാളിഫൈ ചെയ്തിട്ട് ഒരു ടെക്സ്റ്റാക്കി മാറ്റിയത് പതഞ്ജലി മഹർഷിയാണ്. അതിപ്പോൾ 2300 വർഷമെങ്കിലും പഴക്കം കാണുമെന്ന് പറയുന്നു, 1900 വർഷമെന്ന് പറയുന്നു. അത് ഒരു ക്ലാരിറ്റി നമുക്ക് വന്നിട്ടില്ല. എന്തായാലും ടെക്സ്റ്റ് ഉണ്ട്. ആദ്യം കോഡിഫൈ ചെയ്യുന്ന പതഞ്ജലി അതിൻ്റെ റൂഡിമെൻസ് എല്ലാം അതിനു മുമ്പ് കിടപ്പുണ്ട്. ഓക്കെ. അതിനെ ആ സിസ്റ്റത്തിലൊരു ടെക്സ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പതഞ്ജലി മഹർഷിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ യോഗത്തിൻ്റെ ആചാര്യൻ ആയി നമ്മൾ കണക്കാക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമകാലനായിരുന്നു നമ്മുടെ ഈ തമിഴ്നാട്ടിലെ തിരുമൂലർ. അദ്ദേഹം ഒരു ടെക്സ്റ്റ് എഴുതി, തിരുമൂലർ ടെക്സ്റ്റ് തിരുമന്ദിരം എന്നാണ്. പതഞ്ജലിയുടെ മഹർഷിയുടെ ടെക്സ്റ്റിനെ നമ്മൾ പതഞ്ജലി യോഗസൂത്രം, സൂത്ര ഓഫ് പതഞ്ജലി എന്ന് പറയും. അപ്പോൾ പതഞ്ജലി നോക്കിയ അതേ കാര്യം തന്നെയാണ് തിരുമൂലർ നോക്കി. പക്ഷെ തിരുമൂലർ കുറച്ച് ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ജീവിച്ചിരുന്നതായിട്ടും സങ്കല്പങ്ങളുണ്ട്. സൗത്ത് ഇന്ത്യയിൽ, തമിഴ്നാട്ടിൽ
ചിദംബരത്താണ് ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നതെന്ന് ഒരു വെർഷനുണ്ട്. അപ്പോൾ ആ റീജിയണൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായി കാണുമല്ലോ. അങ്ങനെ ഇവർ ഇത് അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടായി. കാരണം അതിന് 196 അഫോറിസംസാണ്. ചെറിയ ബുക്കായതുകൊണ്ട് അത് പെട്ടെന്ന് ആ ക്രക്സ് എല്ലാം അതിനകത്ത് എഴുതി അങ്ങ് വെച്ചു അദ്ദേഹം. തിരുമുറ വർക്ക് ചെയ്തപ്പോൾ അത് 3000 വേർഡ്സാണ്, വലിയ ബുക്കാണ്. അപ്പോൾ അതിന് കാലം എടുക്കുമല്ലോ, ഇത് ഒരു ലൈഫ് വർക്ക് പോലെ ചെയ്തിരിക്കുന്ന. അപ്പോൾ അതിന് കുറെ കൂടെ കാലം എടുത്തത് കൊണ്ട് ആ ബുക്ക് രണ്ടാമതായിരിക്കും വന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ആ ആചാര്യ പദവിയിൽ നിൽക്കുന്ന ഒരേ കാലത്ത് ജീവിച്ചിരുന്നതായിട്ട് സങ്കല്പിക്കപ്പെടുന്ന രണ്ട് ആചാര്യന്മാരാണ്. ചിദംബരത്തായിരുന്നു എന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഭിപ്രായവുമുണ്ട്. പതഞ്ജലിയുടെ സമാധി എന്ന് പറയുന്നത് രാമേശ്വരത്താണ്. അവിടെ അതിന് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കൊച്ചു ടെമ്പിളിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പതഞ്ജലി മഹർഷിയെ അതോറിറ്റി ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന യോഗശ്ചിത്ത വൃത്തി നിരോധം എന്നാണ്. ചിത്തവൃത്തിയുടെ നിരോധമാണ് യോഗം. അതാണ് അദ്ദേഹത്തിൻ്റെ കോർ പോയിന്റ്. ചിത്തം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിന്ന് ചുരുക്കിയെടുക്കുക. അത് വലുതായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിലും ചിത്തം എന്ന് വെച്ചാൽ മനസ്സാണ്. വൃത്തി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയാണ്. നിരോധം എന്ന് വെച്ചാൽ സെസേഷൻ, സ്റ്റോപ്പിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ മൈൻഡ് ഈസ് യോഗ. മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കപ്പെടുന്ന ആ സ്തംഭിച്ച് നിൽക്കുന്ന ആ സാഹചര്യത്തെ, അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട് നിൽക്കുന്ന ആ സാഹചര്യത്തെ നമ്മൾ യോഗം എന്ന് പറയും. അപ്പോൾ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ആക്ടിവിറ്റീസാണ് എന്ന് അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യുന്നു. നിരോധിക്കപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണോ, നിരോധിക്കപ്പെട്ട് നിർത്തേണ്ട സാഹചര്യമാണോ? ആ നിരോധിക്കാതെ നിൽക്കുന്ന സാഹചര്യമാണ് പ്രോബ്ലം. ഓക്കെ. അപ്പോൾ മനസ്സിനെ നമ്മൾ നിരോധിക്കുന്നത് യോഗം. മനസ്സിനെ കളയണം. മനസ്സുമില്ല ഇപ്പോൾ ശരീരത്തിൽ. അപ്പോൾ അപ്പം മനസ്സാണ് തടസ്സമായ വെയിൽ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട്, ഈ സത്യത്തെ വെയിൽ ചെയ്ത് നിൽക്കുന്നത് മൈൻഡായതുകൊണ്ട് ആ മൈൻഡിനെ ഡ്രോപ്പ് ചെയ്താൽ സത്യം കാണാം, അല്ലെങ്കിൽ സത്യമായി നിൽക്കും നീ എന്നാണ്. അത് പോസിബിളാണോ? അത് പോസിബിളാണ്. അതുകൊണ്ട് ഉറക്കത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പം അദ്ദേഹം അതുകൊണ്ട് അത് പോസിബിൾ എങ്ങനെ ആക്കാമെന്ന് അദ്ദേഹം കാണുമ്പോൾ അതിനകത്ത് അദ്ദേഹം കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തിനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, മൈൻഡിനെ അങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ, അതോ മൈൻഡ് എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ അദ്ദേഹം കാണുന്നത് മൈൻഡിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന മൈൻഡിൻ്റെ കുറേ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ്. കാണാൻ പറ്റാത്തൊരു കാര്യമാണ് അത് എന്ത് ചെയ്യുന്നു എന്നുള്ള ആ പ്രവർത്തനത്തിൻ്റെ ബേസിസിൽ ഇങ്ങനൊരു സാധനം വർക്ക് ചെയ്യുന്നുണ്ട് എന്നറിയാം. അപ്പോൾ അതെന്താണ് ആക്ടിവിറ്റീസ് എന്ന് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രമാണം, വിപര്യം, വികല്പം, നിദ്ര, സ്മൃതി എന്ന് പറയുന്ന 5 കാര്യങ്ങളാണ് മനസ്സിൻ്റെ ആക്ടിവിറ്റീസായിട്ട് നിൽക്കുന്നത്. പ്രമാണം, അപ്പം പ്രമാണം എന്താണ്, അങ്ങനെ ആയിരിക്കുന്നത് അദ്ദേഹം ഒന്നൊന്നായിട്ട് നോക്കുകയാണ്. ടെക്സ്റ്റിൽ അത് എന്താണെന്ന് വീണ്ടും നോക്കുക. ഈ പ്രമാണം എന്താണ്? അപ്പോൾ പ്രമാണത്തിനെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ്, എന്ത് കണ്ടാലും മനസ്സിലാക്കണമെന്നൊരു തോന്നൽ. ഒരു കാര്യം കണ്ടാൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥമാണ്. അല്ലേ, ഇത് ശരിയാണോ തെറ്റാണോ, പാമ്പിനെ കണ്ടു ഇത് കടിക്കുമോ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ അഭിപ്രായം. കടിക്കാത്തതാണ്, ഇണങ്ങുന്ന ജന്തുവാണെന്നും വിഷമില്ലാത്തതാണെന്നും കാണുകയാണെങ്കിൽ നമുക്കൊരു പ്രയാസവും ഇല്ലാത്തതാണ്. അപ്പോൾ ഈ ഇൻസെക്യൂരിറ്റി നമ്മുടെ ബേസിസിൽ കിടപ്പുണ്ട്, നമ്മുടെ ഇന്നേറ്റായിട്ട് ആ ഇൻസെക്യൂരിറ്റി കിടപ്പുണ്ട്. അപ്പോൾ അത് അവിടെ ഒന്ന് ഉറപ്പിച്ചെടുത്താലേ നമുക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറയുന്ന ദുഃഖം എന്ന് പറയുന്നത് അവിടെ നിന്ന് വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ സമാധാനം കിട്ടണമെങ്കിൽ ഈ ആക്ടിവിറ്റി നിന്നാൽ മതിയല്ലോ. ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങളായി നിർത്തിയെടുക്കുന്നതിന് പകരം ഈ ആക്ടിവിറ്റി സ്റ്റോപ്പാവുകയാണെങ്കിൽ നമുക്ക് മൈൻഡിൻ്റെ ഒരു വലിയ ഡോറങ്ങ് ഷട്ടായി. അപ്പോൾ അതെങ്ങനെ പറ്റുമെന്ന് നോക്കിയപ്പോൾ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ്, അതായത് പ്രത്യക്ഷ അനുമാന ആഗമ പ്രമാണാനി എന്നാണ്. പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നതും പിന്നെ അതിൽ നമ്മൾ അനുമാനം കൊണ്ട് നമ്മൾ ഊഹിച്ച് ഇങ്ങനെ ആയിരിക്കാം എന്ന് തീരുമാനിച്ചും പിന്നെ റിലൈയിങ് അപ്പോൺ ഓൾഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓൾഡ് സേയിങ് ഓർ അതോറിറ്റീസ്, ഇത് എല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനത്തിനെയാണ് ഈ പ്രമാണം എന്ന് അദ്ദേഹം കണ്ടത്. അപ്പോൾ ഈ പ്രവർത്തനം നമ്മൾ നോക്കുമ്പോൾ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കും. കുഴപ്പമുള്ള കാര്യമല്ല. ഇതില്ലെങ്കിൽ സാമാന്യ ജീവിതം പ്രയാസമായി വരും. അപ്പോൾ സാമാന്യ ജീവിതത്തിന് പ്രയാസം ഉണ്ടാക്കിയാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ഇത് എസെൻഷ്യലാണ്. പക്ഷേ ഈ എസെൻഷ്യൽ ഫങ്ഷൻ എല്ലാം അറിയാവുന്ന ഒരാളാണ് ഞാനെന്ന് ധരിക്കാൻ തുടങ്ങുമ്പോൾ ഇത് വേറൊരു ഡയമെൻഷനിലേക്ക്, ഒരു ഇല്ലസറി സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് ഇത് കളഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. അതെങ്ങനെ കളയാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പിന്നെ പ്രാക്ടീസിലൊക്കെ കടക്കുക. ഇതാണ് ഒരു ഫ്ലക്ച്വേഷൻ. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ പ്രമാണം. പിന്നെ വിപര്യം എന്ന് വെച്ചാൽ മാൽ കോംപ്രിഹെൻഷൻ. ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ
നോക്കിയിട്ട് കാണുമ്പോൾ കൊള്ളാമെന്ന് തോന്നി. അടുത്തടുത്ത് പഴകി വരുമ്പോൾ അറിഞ്ഞു വരുമ്പോൾ ഇത് അത്ര കൊള്ളൂല്ല എന്ന് തോന്നി. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കൊള്ളാമെന്ന് വിശ്വസിക്കുന്നതിനെ സാഹചര്യം മാറി പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കൊള്ളൂല്ല എന്ന് മാറുമ്പോൾ ആ കോംപ്രിഹെൻഷൻ മാറി. അങ്ങനെ ഏതെങ്കിലും ഒരു കോംപ്രിഹെൻഷൻ ഇങ്ങനെ ആൾട്ടർ ചെയ്യുമെങ്കിൽ, പുതിയ ഇൻഫർമേഷൻ്റെ ബേസിസിൽ ആൾട്ടർ ചെയ്യുമെങ്കിൽ, ആ ആൾട്ടേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ മാൽ കോംപ്രിഹെൻഷൻ എന്ന് പറയും. ആണല്ലോ അല്ലേ? അതാണ് ഈ മാൽ ഇതൊരു ആക്ടിവിറ്റിയാണ്, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഓരോന്നിനെ കാണും, കൊള്ളാൻ തോന്നിക്കും, അതിൻ്റെ കൂടെ പോകും. കുറച്ച് 4 ദിവസം കഴിയുമ്പോൾ അയ്യോ ഇത് വേണ്ടായിരുന്നെന്ന് തോന്നും. ഇത് മനസ്സ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന 2 ആക്ടിവിറ്റീസാണ് പ്രധാനം, എപ്പോഴും ചെയ്യും. ലക്ഷക്കണക്കിന് കാര്യങ്ങൾ ഇനി ചെയ്തുകൊണ്ടിരിക്കും ഡെയിലി. പിന്നെ വികല്പം. ഇനി ഇതല്ലെങ്കിൽ മറ്റൊരു ആക്ടിവിറ്റി മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ ഓബ്ജക്റ്റ് ഓർ എ നാച്ചുറൽ ഫിനോമിനൻ, മൈൻഡ് ഗോസ് ഓൺ ഇമാജിനിങ് തിങ്സ് ആൻഡ് ക്രിയേറ്റിംഗ് തിങ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇമാജിനേഷൻ. അതുണ്ടല്ലോ, അത് വളരെ സബ്റ്റിലായിട്ട് വർക്ക് ചെയ്യും. ഈ അറിവിൻ്റെ കാര്യത്തിൽ തന്നെ ഇത് വളരെ സബ്റ്റിലായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒന്നും ഒരു കാര്യവും ഉള്ളിലില്ലാതിരിക്കുക, അല്ലെങ്കിൽ മനസ്സിലിപ്പോൾ ഒന്ന് ഫ്ലാഷ് ചെയ്യാതിരിക്കുക, പെട്ടെന്നൊരു കാര്യം വരികയും അങ്ങനെ ചെയ്യാം, നമുക്ക് അവിടെ പോകാം, ഇവിടെ പോകാം, ഇന്നത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സങ്കല്പിക്കുക. ഇതൊരു കോമൺ ഇമാജിനേഷനാണ്. എന്നിട്ടത് ഫ്രക്ടിഫൈ ചെയ്യാൻ നോക്കും. എന്നാൽ മറ്റൊരു തരം ഡീപ്പായിട്ടുള്ള ഈ ഇമാജിനേഷനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വോയിഡ് എന്ന് പറയാം. വോയിഡ് കേട്ടവർക്കെല്ലാം മനസ്സിലായി വോയിഡാണ്. ഈ വോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ശൂന്യതയാണെങ്കിൽ ഈ ഒരു ഓബ്ജക്റ്റീവ് ലെവലിലിരിക്കുന്ന മൈൻഡിന് ഈ ശൂന്യത മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ അപ്പം മനസ്സിലാക്കും എങ്ങനെ ഒരു ഐഡിയ, ശൂന്യതയെക്കുറിച്ചുള്ള ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തിട്ട് അതാണ് ശൂന്യത എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ഈ ശൂന്യത മനസ്സിലായി എന്ന് തോന്നും. അതാണ് ഈ ബ്രഹ്മം എന്ന് പറഞ്ഞ ആ ടേമിന് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. മനസ്സ് വെച്ച് മനസ്സിലാവില്ല, എങ്കിലും പറഞ്ഞു കേട്ട ഉടനെ നമുക്ക് മനസ്സിലായി എന്ന് തോന്നിക്കും. ശൂന്യത അങ്ങനെ ഒരു കാര്യമാണ്. ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. ഇതൊരു ആക്ടിവിറ്റി. ഇതിനാണ് ഇമാജിനേഷൻ എന്ന് അദ്ദേഹം കാണുന്നത്. പെരിഫറൽ ലെവലിലുള്ള ഇമാജിനേഷനും വളരെ ഡീപ്പർ ലെവലിലുള്ള ഇമാജിനേഷനും ഇതിനകത്ത് വരുന്നു. ഇപ്പോൾ ഇതൊരു ആക്ടിവിറ്റിയാണ്. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ആക്ടിവിറ്റികളുടെ ഗണത്തിൽപ്പെട്ടത് കൊണ്ട് ഇത് ഡ്രോപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇയാൾക്ക് സമാനം കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതും ഇൻക്ലൂഡ് ചെയ്തു. പ്രമാണം, വിപര്യം, വികല്പം. പിന്നെ ഈ പ്രോസസ്സ് രാവിലെ മുതലേ ഉണരുമ്പം മുതൽ ചെയ്തുകൊണ്ടിരിക്കുക. മില്യൺസ് ഓഫ് തോട്ട്സ് വരികയും അതിനെല്ലാം ഈ കാറ്റഗറിയിൽ ഈ പറഞ്ഞ കാറ്റഗറിയിലെല്ലാം പെടുന്ന കാര്യങ്ങൾ വരികയും അതിൻ്റെ ബേസിസിൽ ഇമ്മീഡിയറ്റായിട്ട് തന്നെ അതിനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഫിസിക്കലായിട്ട് ഉള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷീണം വരുമ്പോൾ പിന്നെ ഈ മൈൻഡിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് അതിൻ്റെ സെൻസറി സിസ്റ്റം എല്ലാം പുട്ട് ഓഫ് ചെയ്യും. സെൻസറി സിസ്റ്റം പുട്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഈ അനലിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഒന്നും എടുക്കുന്നില്ല പുതിയതായി. എന്നാൽ അവിടെ ഡ്രീം എന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്യപ്പെടാം. അകത്തുള്ള ഇംപ്രഷനിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ സർഫസ് ചെയ്യുകയും ആ സർഫസ് ചെയ്ത സാധനങ്ങൾ അവിടെ ആക്റ്റീവായി കിടക്കുകയും ചെയ്യും. ഡ്രീമായിട്ട് കിടക്കും. അത് സ്ലീപ്പിൻ്റെ ഒരു സ്ലീപ്പിലേക്ക് ഇറങ്ങുമ്പോൾ സ്ലംബറിലേക്ക് ഇറങ്ങുന്നതിൻ്റെ വഴിയിൽ വെച്ച് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആക്ടിവിറ്റി ഉണ്ട് അവിടെ. എന്നാൽ ഇതും കഴിഞ്ഞിട്ട് സ്ലംബറിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഡീപ്പ് സ്ലീപ്പ്, നല്ല ഉറക്കം, സുഖനിദ്രയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആക്ച്വലി അവിടെ ആക്ടിവിറ്റി ഇല്ല. മൈൻഡ് സസ്പെൻഡ് ചെയ്ത് കിടക്കുക. പക്ഷേ അവിടെ ഒരു കാര്യം സംഭവിക്കുന്നത്, നമ്മളുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും നമ്മൾ അറിയുന്നില്ല. അത് ടോട്ടലി ഒരു ഇഗ്നോറൻസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുക. നമ്മൾ നോളജ് അന്വേഷിച്ച് പോവുക. ഉറക്കം നമ്മളെ ഇഗ്നോറൻസിൻ്റെ സ്റ്റേറ്റിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ഇഗ്നോറൻസിലേക്ക് ഇറങ്ങുകയും ഒന്നും അറിഞ്ഞുകൂടാതിരുന്ന് സമാനമായിട്ട് കിടക്കുക. എന്നാൽ എണ്ണിട്ട് കഴിയുമ്പോൾ ലോകം ഉണ്ടാവുക. പിന്നെയും ഉറങ്ങി ഇതിനെ ഇല്ല എന്നുള്ള എക്സ്പീരിയൻസ് നിൽക്കുക. ഇങ്ങനെ ഇറങ്ങുകയും കയറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിദ്രയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇത് തന്നെ ഒരു ആക്ടിവിറ്റിയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഉണരുക, ഉറങ്ങുക എന്ന് പറഞ്ഞ ആക്ടിവിറ്റി. അപ്പോൾ ഈ ആക്ടിവിറ്റിയും നമുക്ക് ഒരു ആക്ടിവിറ്റിയായിട്ട് പതഞ്ജലി മഹർഷി കാണുകയും ഇതിനെ നമ്മൾ നോക്കി മനസ്സിലാക്കണം എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് നിദ്ര. പിന്നെ ഒരു അവസാനത്തെ ആക്ടിവിറ്റിയായിട്ട് അദ്ദേഹം പറയുന്ന സ്മൃതിയാണ്, മെമ്മറി. നമ്മുടെ എല്ലാ കാര്യത്തിൻ്റെ അടിയിൽ കിടക്കുന്ന മെമ്മറിയാണ്. മെമ്മറി 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്ന റീറ്റെയിൻ ചെയ്യുക, കിട്ടിയ ഇൻപുട്ട് എല്ലാം അവിടെ റീറ്റെയിൻ ചെയ്യുക.
മെമ്മറി സെൽസ് സ്റ്റോർ ചെയ്യും. പിന്നെ അത് അവിടെ തന്നെ ഇരിക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഈ മെമ്മറിയെ സ്റ്റിമുലേറ്റ് ചെയ്യും, റിക്കളക്ട് ചെയ്യും. അപ്പോൾ റിറ്റൻഷൻ ആൻഡ് റിക്കളക്ഷൻ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഈ മെമ്മറിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കും. റീറ്റൻഷൻ ചെയ്യുന്ന കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂ. പക്ഷേ റിക്കളക്ഷൻ ഇങ്ങനെ എന്ത് കണ്ടാലും അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പ്രീവിയസ് ഡാറ്റ ആവശ്യമായതുകൊണ്ട് ആ ഡാറ്റ കോൾ ഫോർ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ടാണ് ഈ കമ്പയറിങ് കോംപ്രിഹെൻഷനും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടേയിരിക്കുമ്പോഴത്തേക്കും റെസ്റ്റ്ലെസ്നെസ് ആണ്, റെസ്റ്റ്ഫുൾ ആകാനേ പറ്റില്ല. മൈൻഡ് റെസ്റ്റ് ആകുന്ന സമയത്ത് ഉറക്കത്തിൽ മൈൻഡില്ല, ഡ്രീമിലുണ്ട്, ഉറക്കത്തിലില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെസ്റ്റ്ഫുൾ ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റുമോ? അവയർനെസ് നഷ്ടപ്പെടുത്താതെ. എന്താണെന്ന് അറിയണമല്ലോ, എന്താണ് നടന്നതെന്ന് അറിയണം. അപ്പോൾ അവയർനെസ് ഓപ്പൺ ചെയ്തിട്ട് റെസ്റ്റ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ അതിന് പോസിബിലിറ്റി ഉണ്ട് എന്ന് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് റെസ്റ്റ്ഫുൾ അലേർട്ട്നെസ് എന്ന് പറയുന്നതാണ് നമ്മുടെ മാർഗമെന്ന് ആ സ്കൂളിൽ ഇങ്ങനെ കാണുക. അല്ലെങ്കിൽ മനസ്സിനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അവിടെ വെച്ചിരുന്നാൽ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവായിരിക്കുമല്ലോ, കോൺസെൻട്രേഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്ട്രാക്റ്റിംഗ് ടെൻഡൻസി നോർമലായി ഉള്ളവരാണ് മനുഷ്യരെല്ലാം. ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുക, വേറൊരു കാര്യം ചാടി വരിക, അതാണ് ഡിസ്ട്രാക്ഷൻ. അങ്ങനെ ഡിസ്ട്രാക്ഷൻ ടെൻഡൻസി കിടക്കുന്നത് കൊണ്ട് ഒരു കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടേം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്, ഈ പിടിച്ച് തിരിച്ചതിൽ കൊണ്ടുവന്ന് വയ്ക്കുക. മനസ്സ് ചാടി ഏതിലോ പിടിച്ചു വെച്ചു, അതിൽ നിന്ന് മനസ്സ് ചാടി വേറൊരു കാര്യം തേടിക്കൊണ്ടിരിക്കുന്നു. അപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ച് പിടിച്ച് ഈ സ്ഥാനത്തിൽ വിട്ട് വയ്ക്കണം. അപ്പം നിരന്തരമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ട്രെയിൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സ്ട്രെയിൻ എപ്പോഴാണോ പോകുന്നത് അപ്പോഴാണ് നമ്മൾ ഈ ലെവൽ ഓഫ് റെസ്റ്റ് ഓഫ് സ്ലീപ്പ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്. അങ്ങനെ ആ ലെവൽ ഓഫ് റെസ്റ്റ് ഓഫ് സ്ലീപ്പ് അവെയറായിരിക്കുന്ന കണ്ടീഷൻ വരണമെങ്കിൽ ഉണർന്നിരുന്ന് റെസ്റ്റ്ഫുൾ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ആ സ്ട്രെസ് ഉണ്ടാവാതെ അലേർട്ട്നെസ്സോടുകൂടി റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് യോഗത്തിൽ.